ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മൾ ഡാർക്ക് ഫാന്റസിയുടെ ബോക്സുകളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വളരെ സിമ്പിളായി നമുക്ക് ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡാർക്ക് ഫാന്റസിയുടെ ബോക്സ് തന്നെ വേണമെന്നൊന്നുമില്ല. കട്ടിയുള്ള ഏതൊരു പേപ്പറും നമുക്ക് അതിന് വേണ്ടിയിട്ട് എടുക്കാം. പഴയ ബുക്കിൻ്റെ ഒക്കെ പുറംചട്ട ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ഇല നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേ ഇലകൾ നമുക്ക് വേണം. ഇലകൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിന് പെയിന്റ് ചെയ്തെടുക്കണം. നമ്മളിവിടെ ഈ ഒരു 3 കളറുകളാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലയിൽ നമുക്ക് ആദ്യം സാപ്പ് ഗ്രീൻ മുഴുവനായി ഒന്ന് കൊടുത്തെടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ പറയണം. പിന്നീട് നമ്മൾ ഈ ഒരു പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. പോയിന്റ് ആയിട്ടുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ അരികിലൂടെ പെയിന്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ പിങ്ക് കളർ ഉപയോഗിച്ച് അതിൻ്റെ അരികിലൂടെ പെയിന്റ് ചെയ്തെടുക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID-യിലേക്ക് സെൻഡ് ചെയ്ത് തരിക. ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയുടെ സെന്ററിലും കൂടെ ഇതുകൊണ്ട് തന്നെ പെയിന്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇതുപോലെ നമ്മൾ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ യെല്ലോ കളർ പെയിന്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കളർ ഉപയോഗിച്ച് ഇലകളുടെ വെയിൻസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. ബ്രഷിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പെയിന്റ് ആക്കി എടുത്താൽ മതി. നമ്മൾ വരച്ചു കൊടുക്കുന്ന ആ ഒരു ലൈൻസ് ഒരുപാട് തെളിഞ്ഞ് കാണണ്ട. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇല ഉണങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിനുള്ള തണ്ടുകൾ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ മടക്കിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുരുട്ടിയെടുക്കാം. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളിലേക്ക് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇലയിലേക്ക് ഒട്ടിച്ചെടുക്കുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ചൊരു കട്ടിയുള്ള ഏതൊരു പേപ്പറിലും ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ നമ്മൾ തണ്ടൊക്കെ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കെട്ടുകമ്പിയുടെ 2 പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇലയിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള തണ്ടുകൾക്ക് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ള ആ കമ്പി അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറെയും കുറച്ച് ഇലകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ റെഡ് കളർ പേപ്പർ കൊണ്ട് വലിയൊരെണ്ണം ഇതുപോലെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഈ ഒരു ഈർക്കളി ഇട്ട് കൊടുക്കുകയാണ്.
ഇതിലേക്കാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഇലകളെല്ലാം നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് ചെറിയ ഇലകൾ നോക്കിയിട്ടാണ്. ഇവിടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇലകൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. പലതരത്തിലുള്ള ഒരുപാട് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളുടെ വീഡിയോസ് മാത്രം അടങ്ങിയിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ 2 ഇലകൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇല ഇവിടെ ആയിട്ടാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് സെൻഡ് ചെയ്ത് തരിക. പിക്ചേഴ്സ് സെൻഡ് ചെയ്ത് തരുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും കൂടെ പറയണം. ബോട്ടിൽ ആർട്ടിന് വേണ്ടി നമുക്കൊരു ചാനലുണ്ട്. ആ ഒരു ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ആ ഒരു ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഇത്ര ഇലകൾ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇലകൾ കൂടെ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുണ്ട്. ഇപ്പം നമ്മൾ മുഴുവൻ ഇലകളും അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇലകളുടെ അടിയിലൊന്നും നമ്മൾ പെയിന്റ് കൊടുത്തിട്ടില്ല. ഇലകളുടെ അടിയിലൊക്കെ പെയിന്റ് കൊടുക്കണം എന്നുള്ളവർക്ക് പെയിന്റൊക്കെ കൊടുക്കാം. അപ്പം നമ്മുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് നമ്മളൊരു പോട്ടിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു തെർമോക്കോൾ പീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായി നമ്മൾ വേസ്റ്റ് കോട്ടൺ ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ് റെഡി ആയിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.